Afternoon all. Afternoon. Okay. കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? എവിടെ വരെയാണ് എത്തുന്നതെന്ന് നോക്കാം. എവിടെ വരെയാണ് എത്തുന്നെത്തിയത്? റിലേഷൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആണോ? Approaches of employee relations. Okay. നമ്മൾ രണ്ട് റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലെ? ഹ്യൂമൻ റിലേഷൻസ്. എവിടെ വരെയാ സോഷ്യോളജിക്കൽ അപ്രോച്ചസ് അല്ലേ എടുക്കേണ്ടത്? നമുക്ക് നെക്സ്റ്റ് നോക്കാവുന്നത് സോഷ്യോളജിക്കൽ അപ്രോച്ച് തന്നെയാണ്. സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള അപ്രോച്ചുകൾ നമ്മൾ കണ്ടു. അപ്പോ ചിലത് നമുക്കറിയാം എത്രയോ ഡിസ്ക്രൈബ് ചെയ്തത് കൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്തെടുത്തതുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സമീപനം തീർച്ചയായിട്ടും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോഷ്യോളജിക്കൽ അപ്രോച്ച് അവരുടെ സമീപനത്തിൽ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. സോഷ്യോളജിക്കൽ അപ്രോച്ച് കമ്പയർസ് ദ ഇൻഡസ്ട്രി ടു small social field that consists of a mix of various people and group having different types of personalities, academic background, family upbringing, feelings like and dislike, as well as other personal factors like attitude, behavior, etc. Since no two members in an industrial society have a similar attitude and behavior, this leads to problems of conflict, disagreement, and negative competition among the members. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ആയിട്ടുള്ള നേച്ചർ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും മറ്റൊരു വ്യക്തിയെ വെച്ച് കമ്പയർ ചെയ്യാം. ശരിയല്ലേ? ഡിഫറെന്റ് ആയിരിക്കില്ലേ? അപ്പൊ ഒരുപക്ഷെ ക്വാളിഫിക്കേഷനൊക്കെ അതും ചിലപ്പോൾ ഡിഫറെന്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ നാച്ചുറലി ബേസിക് ആയിട്ടുള്ള ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന ജോലി ചെയ്യണമെങ്കിൽ ആ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എല്ലാവരും ഏൺ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിനപ്പുറം ചിലപ്പോൾ ഏൺ ചെയ്തവര് അവര് സമ്പാദിച്ചവരും ഉണ്ടാവാം. നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ഫാമിലി അപ്ബ്രിംഗ്സ്, ഫീലിങ്സ്, ഇഷ്ടങ്ങള്, ഡിസ്ലൈക്കുകള്, ഇഷ്ടാനിഷ്ടങ്ങൾ, അല്ലാത്ത പേഴ്സണൽ ഫാക്ടേഴ്സ് ലൈക്ക് മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പറയാണ് ദിസ് ലീഡ് ടു പ്രോബ്ലംസ് ഓഫ് കോംപ്ലക്സ് അല്ലെ? തർക്കങ്ങൾ വരാനായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെന്റിലേക്ക് ഒരുപോലെ സമ്മതം ഉന്നയിച്ചു പോകാനായിട്ട് സാധ്യതയില്ല. ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിസ്എഗ്രിമെന്റുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്.
The issues involved in industrial relations are related to wages, working conditions, and labor welfare. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് റിലേഷൻസ് ആർ റിലേറ്റഡ് ടു വേജസ് അല്ലെ അപ്പൊ അതല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ്, വേതനം അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എന്താണ് അവിടെ ലേബർ വെൽഫെയറിന് ചേർന്ന വിധത്തില് തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ക്ഷേമം തക്ക വിധത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. However, one must not avoid the most important factor, that is a sociological factor. ഒരിക്കലും നമ്മൾ ഒരിക്കലും വിട്ടുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് എന്ത് സോഷ്യോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടറും ബിഹേവിയറും ഒക്കെയുള്ള പേഴ്സൺസ് ആണെന്ന് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം എല്ലാവരോടും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് സോഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് വ്യക്തിയുടെ വ്യത്യസ്തത ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. The sociological factor consists of the value system, traditions, patterns, symbols, attitude, and perception of both the labor and management that have an impact on the industrial relations in a different ways. നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്വാധീനം അല്ലെ ആ ഒരു ഇൻഡസ്ട്രിക്ക് നല്ല ഒരു സ്വാധീനം കേസ് ഓരോ ബോയ്സിന്റെയും അല്ലെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ശൈലിയും കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തിട്ട് വേണം, ഓരോ മനോഭാവങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അവരായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ആ ഒരു അപ്രോച്ച്, ആ ഒരു സമീപനത്തിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് നമ്മൾ സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ വ്യത്യസ്തരാണ് എന്നുള്ള അവബോധം അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളേണ്ട കാര്യം തന്നെയാണ്. Okay, clear അല്ലേ? ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇമ്പോർട്ടന്റ്. സോഷ്യോളജിക്കൽ അപ്രോച്ച് കമ്പയർസ് ദ ഇൻഡസ്ട്രി ടു സ്മോൾ സോഷ്യൽ വേൾഡ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ മിക്സ് ഓഫ് വേരിയസ് പീപ്പിൾസ്. അതൊരു ചെറിയൊരു വേൾഡാണ്, ആ ഒരു ലോകമാണ്, ആ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഒരു ലോകമാണ്. അവിടെ മിക്സ് ഓഫ് പീപ്പിൾസ് ആണ് ഉള്ളത് അല്ലെ, വ്യത്യസ്ത ബിഹേവിയറുള്ള, നേച്ചറുള്ള, ആറ്റിറ്റ്യൂഡുള്ള വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺസിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് വേൾഡ് ആണ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് സോഷ്യൽ അപ്രോച്ച് കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? ക്ലിയറല്ലേ? റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? ആണോ? ക്ലിയറാണോ? വീണ്ടും നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ഗാന്ധിയൻ അപ്രോച്ച്, ഗാന്ധിയൻ സമീപനത്തെ എന്താണെന്നുള്ളത് നോക്കാം. Mahatma Gandhi is popular for Mahatma Gandhi is popular for his contributions towards the development of human beings and his beliefs of ahimsa and non-violence, which have left a remarkable impression on the world history. Okay, നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് അറിയാം അല്ലെ, അദ്ദേഹം അഹിംസയിലൂടെ നല്ല ഒരു നല്ലൊരു ബന്ധം കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ബിലീവേഴ്സ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം അത് ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ നമുക്കറിയാം സമരവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട് അവകാശങ്ങൾ നേടിയെടുക്കാം, അല്ല അങ്ങനെ ഒരു ബന്ധത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു നേച്ചറാണ് അവിടെ വരുന്നത്. So that he considered all human beings good and believed that the individuals are not the one who are responsible for the problems, but it is the existence of wrong systems which has led to several problems in the society. Okay, സൊസൈറ്റിയില് പ്രോബ്ലംസ് വരാനായിട്ട് നമുക്കറിയാം അവിടെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഓരോന്നിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇൻഡിവിജ്വൽസിന്റെ പ്രത്യേകതകളല്ല, പുതിയ പുതിയ സിസ്റ്റംസ് അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അല്ലെ. പുതിയ പുതിയ നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ ആ നയങ്ങളൊക്കെയാണ് എന്താണ് ഇൻഡിവിജ്വൽസിനെ കൊണ്ട് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ സൃഷ്ടിപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലെ. ഈ കൺസിഡർ ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഗുഡ് അല്ലെ, എല്ലാം ഗുഡാണ് എല്ലാ ഹ്യൂമൻ ബീങ്സ്. ആൻഡ് ബിലീവ് ദാറ്റ് ദ ഇൻഡിവിജ്വൽസ് ആർ നോട്ട് ദ വൺ ഹു ആർ
responsible for the problems, but it is the existence of the wrong systems. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെയുള്ള വ്യക്തിത്വങ്ങളാണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നിലവില് പ്രോബ്ലംസ് വരാനായിട്ടുള്ള ഉത്തരവാദിത്വം വരുന്നതിന് അതിനുള്ള കാരണം എന്ന് പറയുന്നത് റോങ് സിസ്റ്റംസ് ആണ്, അല്ലെ? തെറ്റായ സിസ്റ്റം രീതികളാണ് അവിടെയുള്ള സൊസൈറ്റിയിലുള്ള എംപ്ലോയീസിനെ കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിനെ കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. Then he did not oppose strikes by workers, but he permitted this option to be the last resort when all available methods of negotiations, conciliation, and arbitration to restore peace have failed. നമുക്കറിയാം ഈ പറഞ്ഞ വ്യത്യസ്ത ക്യാരക്ടറും ബിഹേവിയറുള്ള പീപ്പിൾസ് ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ളത് നമ്മൾ സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ കണ്ടു, അല്ലെ? ഈ സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ നടത്തിയോ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചോ ഒരു മധ്യസ്ഥത്തിനൊക്കെ ആർബിട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു മധ്യസ്ഥത്തിനൊക്കെ ആളെയൊക്കെ കൂട്ടിയിട്ടൊക്കെ നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ അവസാനത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്ക് ഒക്കെ നടത്തിയിട്ട് നമ്മുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം നോൺ വയലൻസ് ഒക്കെ ആയിട്ടുള്ള അഹിംസ സിദ്ധാന്തങ്ങളൊക്കെ ആയിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും സമാധാനപൂർവമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള സമീപനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. He gave the concept of trusteeship, which contributed mainly towards industrial relations. വ്യവസായ ബന്ധങ്ങളിലെ വിശ്വസ്തതാപൂർവം മുന്നറിയിപ്പ്, അല്ലെ? തൊഴിലുടമ തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ല വിശ്വാസയോഗ്യമായ രീതിയിൽ മുന്നേറി പോകാനായിട്ടുള്ള ഒരു ശ്രമം വേണം എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. അപ്പൊ ഇൻ കേസ് നമുക്കറിയാം ചോദ്യത്തിലൊക്കെ എങ്ങനെ അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ച് ആരുടെ സമീപനത്തിലാണ്? ഗാന്ധിയൻ അപ്രോച്ചിലാണ്. അതേപോലെ തന്നെ ട്രസ്റ്റർഷിപ്പ്, അല്ലെ? വിശ്വസ്തത എന്നുള്ള കൺസെപ്റ്റ് അത് ആരുടെ അപ്രോച്ചിലാണ് എടുത്തു പറയുന്നത്? നമ്മുടെ ഗാന്ധിയൻ അപ്രോച്ചിലാണ് എടുത്തു പറയുന്നത്. Then he laid stress on maintaining the dignity of the employees by accepting each individual worker as a human being and emphasized on non-violent communism. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ വർക്കേഴ്സും എല്ലാ എംപ്ലോയീസും എന്താണ് നല്ല രീതിയിൽ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവണം. എപ്പോഴും നോൺ വയലൻസ് ആയിട്ടുള്ള കമ്മ്യൂണിസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. Even to the extent of saying that if communism comes without any violence, it would be welcomed. Okay, നമുക്കറിയാം അക്രമമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം ഉണ്ടായെങ്കിൽ അതിനെ അദ്ദേഹം വെൽക്കം ചെയ്യാണ്, അതിനെ സ്വാഗതം ചെയ്യാണ്. അതായത് അക്രമരഹിതമായ ഒരു സമീപനം, ഒരു അന്തരീക്ഷം ഇൻഡസ്ട്രിയിൽ കെട്ടിപ്പടുക്കണം എന്നുള്ള ഒരു സമീപനമാണ് ആദ്യം പറയുന്നത് ഗാന്ധിയൻ അപ്രോച്ചിൽ പറയുന്നത്. നമുക്കറിയാം ഒരിക്കലും എല്ലാവരും അല്ലെ എല്ലാവരുടെയും കഴിവ് കൊണ്ടാണ് എന്നുള്ളതല്ല. അവിടെ തീർച്ചയായിട്ടും അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. Briefly, according to the trusteeship theory, all the materialistic aspect of life, like the property or any human achievement, is not the ownership of any one individual, rather it belongs to the entire society. അവിടെ അദ്ദേഹം പറയുന്ന ഒരു തിയറിയിലല്ലേ, ട്രസ്റ്റർഷിപ്പ് തിയറിയിലൊക്കെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെരി ഹ്യൂമൻ ബീയിങ്ങിന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വന്തം നേട്ടമായിട്ട് മാത്രം ഉൾക്കൊള്ളാതെ അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെ? എൻ്റെ സൊസൈറ്റി മുഴുവൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ എന്റെ സ്വന്തം എന്നുള്ള രീതിയിലല്ല അത് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ സൊസൈറ്റിക്ക് പൊതു സമൂഹത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. These talents or skills can be taken as a gift of nature and no particular individual has exclusive right over them. ഒരിക്കലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെ സ്കില്ല് കഴിവ് അത് അതിന്റെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ എന്റെ സ്വന്തം എന്നുള്ള അഹങ്കാരം അല്ലെ അത് ഉണ്ടാവരുത്. അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, അല്ലെ? നേച്ചർ, ഗിഫ്റ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള കരുതലോട് കൂടിയിട്ട് വ്യാപരിക്കാം എന്നുള്ളതാണ്. The trusteeship system is a unique concept compared to other contemporary industrial relations systems. തീർച്ചയായിട്ടും നമുക്കറിയാം ട്രസ്റ്റർഷിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് അത് അല്ലെ നല്ലൊരു സങ്കല്പമാണ്. യൂണിക്, എല്ലാവർക്കും യോജിച്ചു പോകാവുന്ന ഒരു സങ്കല്പം തന്നെയാണ്. മറ്റു ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ നിന്ന് അല്ലെ ഒരു സമകാലികമായിട്ടുള്ള മറ്റു റിലേഷൻ
സിസ്റ്റത്തിൽ നിന്ന് ഒരു യൂണിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ട്രസ്റ്റ്ഷിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വിശ്വാസം അല്ലെ, സ്വന്തം വിശ്വാസത്തിൽ തന്നെ തൊഴിലുടമ തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു വിശ്വാസം നേടിയെടുക്കാം. എനിക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നുള്ള ധാരണയിൽ എത്തുക, അഹിംസ ഫോളോ ചെയ്തുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം പെരുമാറിപ്പോവാ, പീസ് സമാധാനത്തോട് കൂടിയിട്ട്. അതല്ലെങ്കിൽ കോൺഫ്ലിക്ട്സുകൾ വരുമ്പോൾ അത് എന്തെങ്കിലും മധ്യസ്ഥനെ വെച്ചിട്ടോ ഒരു കൗൺസിലേഷൻ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് പരിഹരിച്ചു പോവുക. അതിനപ്പുറം കൂടുതൽ വേണ്ടി വരികയാണെങ്കിൽ സ്ട്രൈക്കൊക്കെ നടത്തിയിട്ടാണെങ്കിലും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സമാധാനത്തോടു കൂടി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ക്ലിയറാണോ? ഗാന്ധിയൻ അപ്രോച്ച് ശരിയാണോ? നമ്മള് ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ കണ്ട ഗാന്ധിയൻ അപ്രോച്ച് ഇത് തന്നെയാണോ? ആണോ? ആ ശരിയാണോ? ഓക്കെ, നമ്മള് എന്താ പറയുക, വിളിച്ച സമയമാണ്. വളരെ ഉറപ്പായിട്ട് ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ബോറായിട്ട് പോകും. തിയറി ചാപ്റ്റർ ആണ് അല്ലെ, ഇതൊക്കെ നമ്മളെ തിയറീസ് ആണ്. സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ ബോറാവായിട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാവുന്നതാണ് അല്ലെ, ഗാന്ധിയൻ അപ്രോച്ചിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നേരത്തെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെയും വിവരിക്കുന്നത്. അവരുടെ സമീപനത്തിൽ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ട്രസ്റ്റ്ഷിപ്പ് സിസ്റ്റം ആണ്. ആ ഒരു സിസ്റ്റം അറിയാന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് ആണ്. ഓക്കെ, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാർമ്മികമായിട്ടുള്ള സാമൂഹിക ധാർമ്മികമായിട്ടുള്ള ഒരു സമീപനം അല്ലെ. This approach asserts that industrial relations not only has a sociological basis but also has some ethical consequences. ഓക്കെ, നമുക്കറിയാം ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ബേസിസിൽ മാത്രമല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് അല്ലെ. നമ്മള് കണ്ടുവരുന്ന വ്യത്യസ്ത ബിഹേവിയറും കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാനുള്ളത്. അത് മാത്രമല്ല ധാർമ്മികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലെ. ഇവിടെ റിലേഷൻഷിപ്പ് നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ എന്റെ നേച്ചർ ഇതാണെങ്കിലും ചില നേച്ചറിനോട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകണം അല്ലെ. അതല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവും. നമ്മുടെ മാന്യമായിട്ടുള്ള ഒരു രീതിയിൽ നല്ലൊരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ എന്റെ നേച്ചറിൽ ചിലപ്പോ ചില പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന വിധത്തിൽ എന്തെങ്കിലും അല്ലെ, നമ്മുടെ ബുദ്ധിയോട് ചേർന്ന വിധത്തിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചിങ് ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റപ്പെടുത്താനായിട്ട് തയ്യാറാവണം അല്ലെ. ആ ധാർമ്മിക കാഴ്ചപ്പാട് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നേറേണ്ടതാണ് അല്ലെ. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് it is necessary that the labor and the management understand their ethical responsibility towards good industrial relations. അതായത് ഒരു നല്ല വ്യവസായ ബന്ധം കെട്ടിപ്പടുക്കണമെങ്കിൽ അത് നല്ല ശൃംഖലാപൂർവമായിട്ട് തന്നെ നിർവഹിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് അതേപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും അല്ലെ. തൊഴിലുടമ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഏർണിങ്സ് നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ എംപ്ലോയി അതിനോട് ചേർന്ന വിധത്തിൽ നമുക്ക് കിട്ടുന്ന സാലറിയൊക്കെ ബേസ് ചെയ്ത രീതിയിലെങ്കിലും ആത്മാർത്ഥതയോട് കൂടിയിട്ട് എംപ്ലോയറോടൊപ്പം നിൽക്കണം അല്ലെ. ഒരു ധാർമ്മികമായിട്ടുള്ള മൂല്യമെങ്കിലും അവിടെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷൻ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അവിടെ തീർച്ചയായിട്ടും പറയുന്നു നമ്മള് എത്ര ബിഹേവിയർ നേച്ചർ വ്യത്യസ്തമാണെങ്കിലും ധാർമ്മികതയ്ക്ക് ഒരു പരിഗണന കൊടുക്കണം അല്ലെ. തൊഴിലാളി ഒരു സാലറി നമ്മൾ മേടിക്കുമ്പോൾ അതിനുള്ള ചെറിയ റിട്ടേൺ എങ്കിലും അവിടെ കഠിന പ്രയത്നമെങ്കിലും അവിടെ കാഴ്ചവെക്കേണ്ടതാണ്. This can only be achieved with the help of a mutual cooperation and by developing a sensitivity towards each other's issues. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല കോർപ്പറേഷനോട് കൂടിയിട്ട് മുന്നേറാനാണെങ്കിലാണ് ഓർഗനൈസേഷന്റെ ഗോൾ എളുപ്പം അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആണോ? എംപ്ലോയറും എംപ്ലോയും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടി മുന്നോട്ട് പോയാലല്ലേ, അല്ലെങ്കിൽ മ്യൂച്വൽ എന്ന് പറയുന്ന പരസ്പര സഹകരണത്തോടെ കോർപ്പറേഷനോട് കൂടി മുന്നോട്ട് പോയാലല്ലേ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. തൊഴിലുടമ ഒരു കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു, തൊഴിലാളി അത് ചെയ്യില്ല എന്ന് പറയുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റൂലല്ലോ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് നേടണം അല്ലെ. അവിടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ശരിയാണ്.
This can only be achieved with the help of mutual cooperation and by developing sensitivity towards each other's issues. Okay, നമുക്കറിയാം ഒരു കൂട്ടർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ തൊഴിലാളികൾക്ക് സാലറി ചിലപ്പോൾ മതിയായ എണ്ണം പങ്കുവെക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് അവൈലബിൾ ആക്കുന്നില്ലെങ്കിൽ അവിടെ ഇഷ്യൂസ് വരാം. തീർച്ചയായിട്ടും നമുക്കറിയാം പരസ്പര ധാരണയോട് കൂടിയിട്ട് അല്ലെ മ്യൂച്വൽ കോർപ്പറേഷനോട് കൂടിയിട്ടൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനുള്ള ഫിനാൻഷ്യലി പൊസിഷനൊക്കെ എന്തെങ്കിലും പോസിബിൾ ആണെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് തൊഴിലുടമയൊക്കെ തയ്യാറാണ്. ദെൻ അങ്ങനെ ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട് പോവുകയാണെങ്കിലാണ് ഓർഗനൈസേഷന് കൂടുതൽ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുക. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങള് ഈ സോഷ്യൽ ആയിട്ടുള്ള അപ്രോച്ചിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ്. അല്ലേ? നമ്മളിപ്പോ 2-3 പോയിന്റ്സ് ആണ് ഇപ്പൊ കവർ ചെയ്തത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഗാന്ധിയൻ അപ്രോച്ച് നമ്മളെ കഴിഞ്ഞു. അതേപോലെ തന്നെ സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമ്മള് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് പരസ്പരം സഹകരണത്തോടു കൂടിയിട്ട് മുന്നേറി പോകണം എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ച്. എന്താണ് ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത്? John Dunlop has developed a system approach to industrial relations. ആരാണ് ഈ ഒരു സിസ്റ്റം അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഡൺലപ്പ് ആണ്. According to Dunlop, an industrial relations system at any one time in its development is regarded as composed of certain actors, certain context and ideology, which binds the industrial relations system together and a body of rules created to all the actors at the workplace and work community. ഓക്കെ, അതായത് ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത് അല്ലെ അവിടെ ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നത്, അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സെർട്ടൈൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ടുണ്ട്. ഏതൊരു ഓർഗനൈസേഷനിലും നമുക്കറിയാം സെർട്ടൈൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അതായത് സെർട്ടൈൻ കാര്യങ്ങളും ഐഡിയാസുകളും ഒക്കെ ഉൾക്കൊണ്ടുണ്ട്. നമുക്കറിയാം അവിടെ തൊഴിലാളികൾ അവിടെ കൃത്യമായിട്ട് എലമെന്റ്സുകളിൽ സൂക്ഷിക്കുന്നുണ്ട്, കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതായത് എന്താണ് പാർട്ടിസിപ്പൻസ് ഓഫ് ദ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ് ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതില് ടെക്നോളജിയും മാർക്കറ്റും അല്ലെ അവിടെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആണ് എങ്കിലും നമുക്കറിയാം അതിന്റെ ഒരു ഫൈനലൈസേഷൻ, അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് പബ്ലിക് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് സ്റ്റാർട്ടിങ്ങിലെ നമുക്കറിയാം അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനനുസരിച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറെ പ്ലാനിങ്ങുകൾ കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ. റൂൾസ് ആൻഡ് ഐഡിയോളജി അറ്റ് ദ വർക്ക് പ്ലേസ്. തീർച്ചയായിട്ടും നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടിയിട്ടുള്ള ഐഡിയോളജി അവിടെ ആവശ്യമാണ്. ആ ഐഡിയോളജി സാക്ഷാത്കരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം
അവിടെയുള്ള എംപ്ലോയറും എംപ്ലോയിയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒക്കെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തോടു കൂടിയിട്ടാണ്. ഇതെല്ലാതിന് ശേഷമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വിധേയമാക്കുന്നുണ്ട്. എന്താണ് സാങ്കേതികമായിട്ട് എന്തെങ്കിലും പുരോഗതികളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനോട് ചേർന്ന വിധത്തിൽ നമ്മൾ മുന്നേറേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് മാർക്കറ്റ് പിടിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. സോ ഈ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്ത് പോകേണ്ടത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത് എന്താണ്? ജോൺ ഡെവലപ്പ് ഹാസ് ഡെവലപ്പ് എ സിസ്റ്റം അപ്രോച്ച് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ആ റിലേഷൻഷിപ്പിൽ എല്ലാവരും പെടുന്നുണ്ട് അല്ലെ. നമ്മള് നേരത്തെ പറഞ്ഞ തൊഴിലുടമ, തൊഴിലാളികള്, തൊഴിലുടമയ്ക്ക് വേണ്ടി മാനേജ്മെന്റ്, തൊഴിലാളികൾക്ക് വേണ്ടി യൂണിയനുകള്, then government, ഇതെല്ലാ ആക്ടേഴ്സും ആ റിലേഷൻഷിപ്പിൽ പെടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സിസ്റ്റംസ് at any one time in its development is regarded as composed of certain actors. അല്ലെ, അവിടെ ആ ഡെവലപ്മെന്റ് വരുന്നതിന് അതിനോട് പ്രവർത്തിക്കുന്ന കുറെ ആക്ടേഴ്സുകളുണ്ട്, സർട്ടൻ കോണ്ടസ്റ്റുകളുണ്ട്, ഐഡിയോളജീസ് ഉണ്ട് അല്ലെ. പുതിയ പുതിയ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ മാറ്റങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ കൂട്ടി നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഐഡിയാസ് ഒക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോയാലാണ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. which means the industry relations system together അല്ലെ. എല്ലാം ഒന്നിച്ച് തന്നെ യോജിച്ച് പോകേണ്ടതാണ്. ആൻഡ് a body of rules created to govern the actors at the workplace and working community. തീർച്ചയായിട്ടും നമുക്കറിയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ആ കമ്പനിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെ അതിന് വേണ്ട തരത്തിലുള്ള റൂൾസ് ഉണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം. വേണ്ടിവരില്ലേ? എല്ലാ റൂൾസുകൾ ഉണ്ട്. ഇത്ര അംഗങ്ങളിൽ കൂടുതലുള്ള വർക്കേഴ്സ് ഉണ്ട്, അവിടെ ഒരു കാൻഡിഡേറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അതല്ലെങ്കിൽ PF പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയുള്ള മസ്റ്റ് ആയിട്ടുള്ള ആക്ടിന്റെ രീതിയിൽ അല്ലെങ്കിൽ അവിടെ റിസൾട്ട്സ് നൽകുക, അപകടം പിടിച്ച ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ ഇന്ന പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്നുള്ളതൊക്കെ ആക്ടിന്റെ കീഴിൽ വരികയാണെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് കമ്പനി ഫോളോ ചെയ്യേണ്ടി വരില്ലേ? വരുമോ? വേണ്ടി വരും അല്ലെ. അപ്പൊ എല്ലാം തന്നെ നമ്മൾ കൈകാര്യം ചെയ്തു പോകണം. അവിടെയുള്ള ആക്ടേഴ്സ് ഒക്കെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. ആക്ടിന്റെ കീഴിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യണം. അതനുസരിച്ചിട്ടുള്ള ഐഡിയാസ് നമ്മൾ നേരത്തെ കൂടി സെറ്റ് ചെയ്യണം. എല്ലാം കൂടി ഒന്നിച്ചു പോകുമ്പോഴാണ് ഓർഗനൈസേഷൻ അതിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. A body of rules created to govern actors at the workplace and work. അപ്പൊ അവിടെ ഡെവലപ്പ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചേക്കാം അതില് എല്ലാം പെടുന്നുണ്ട് അല്ലെ. അവിടെ എന്താണ് സർട്ടൻ ആക്ടേഴ്സ് ഉണ്ട്, സർട്ടൻ കോണ്ടസ്റ്റ് ആൻഡ് ഐഡിയോളജി ഒക്കെ ലിങ്ക്ഡ് ആണ് അല്ലെ. എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച് ചെയ്ത പ്രധാനപ്പെട്ട എലമെന്റ്സ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ബേസിക് എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ചസ് ആർ ഫോളോസ്: environmental factors, participants in the system, outputs. Okay, നമുക്കറിയാം environmental factors, environmental forces എന്ന് പറയുമ്പോൾ ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, മാർക്കറ്റ് ഓർ എക്കണോമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്, then എന്താണ് അവിടെ യൂണിയൻ മാനേജ്മെന്റ്, ഗവൺമെന്റ്, റൂൾസ്, ഐഡിയോളജി ഓഫ് ദ വർക്ക്പ്ലേസ്. ഇവിടെ തീർച്ചയായിട്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി ഒന്ന് ഇത് വരുന്നുണ്ട്. പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം, അതായത് നമ്മുടെ സെൻട്രലി പോയിന്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം. അതിൽ നമുക്ക് കാണാൻ കഴിയും യൂണിയനും മാനേജ്മെന്റും ഗവൺമെന്റും. യൂണിയനെ സപ്പോർട്ട്, യൂണിയൻ ആർക്ക് വേണ്ടിയിട്ടാണ് എല്ലായ്പ്പോഴും ചോദിക്കാറുള്ളതാണ്, ക്ലാസ്സിൽ ചോദിക്കാറുണ്ടായിട്ടാണ് അല്ലെ. യൂണിയൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് യൂണിയൻ പ്രവർത്തിക്കുന്നത്? മെയിൻ ആയിട്ട് യൂണിയൻ ആർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ? ഓക്കെ, എല്ലാ എംപ്ലോയീസിനൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ മാനേജ്മെന്റോ? മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അറിയില്ല. എംപ്ലോയർക്ക് വേണ്ടിയിട്ട് അല്ലെ. മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണ്, എംപ്ലോയേഴ്സിന് വേണ്ടി. ഗവൺമെന്റ് നമുക്കറിയാം, ഗവൺമെന്റ് അല്ലെ അത് ആക്ടുകളാണ് ഗവൺമെന്റിന് കിട്ടുന്നത് അല്ലെ. ഒരു പെർമിഷൻ ഒക്കെ കിട്ടണമെങ്കിൽ നിയമമുണ്ട്, ആ നിയമമാണ് ശരിക്കും പറഞ്ഞ ഫലമായിട്ട് ഗവൺമെന്റിന് കിട്ടുന്നത്.
ഓക്കെ, അപ്പൊ 3 പാർട്ടിസിപ്പൻസ് ആണ് സിസ്റ്റത്തിലുള്ളത്. അത് ആരൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാ. യൂണിയൻ, മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റ്. The 3 key participants are the union, management and government that interact with the social and economic structure, and these interactions involve 3 main levels known as subsystems of industrial relations, as termed by Rambam. അപ്പൊ നമ്മള് പറയാണ് എന്താണ് ഇവിടെ നമ്മൾ കണ്ട ഈ ഒരു സ്ട്രക്ചറിന്റെ ബേസിൽ, എക്കണോമിക് സ്ട്രക്ചറിന്റെ ബേസിൽ ഈ ഒരു ഇന്ററാക്ഷൻ ഇൻവോൾവ് അല്ലെ, 3 മെയിൻ ലെവൽസും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ ഘടനയ്ക്ക് തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെ വിളിക്കുന്ന പേരുമായിട്ട് സബ്സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, സിസ്റ്റം ആസ് എ ടേംസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനെ അല്ലെ പ്രത്യേകമായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയുന്നത്, സബ്സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ആ ഒരു ചാർട്ടും ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് നോക്കുക. പെട്ടെന്ന് സിസ്റ്റം അപ്രോച്ച് എന്താണെന്നുള്ളതിന് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ജസ്റ്റ് വായിച്ചു നോക്കുക. നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് കണ്ടത് എന്താണ്, എലമെന്റ്സ് ഓഫ് എ സിസ്റ്റം അപ്രോച്ച് അല്ലെ. എലമെന്റ്സ് ഓഫ് എ സിസ്റ്റം അപ്രോച്ചില് എന്താണ് ഫസ്റ്റ് നമ്മൾ കണ്ട ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, മാർക്കറ്റ് ഓർ എക്കണോമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്, ബാലൻസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, അങ്ങനെയുള്ള എൻവയറമെന്റൽ ഫോഴ്സും ഉണ്ട്. യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ് അങ്ങനെ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം തീർച്ചയായിട്ടും ഇതെല്ലാം 3 ഒരുമിച്ച് അല്ലെ, ടുഗദർ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോയാലാണ് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അത് ഒന്നിച്ച് നിന്ന് പോകാനായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അതൊക്കെ ഔട്ട്പുട്ട് ആയിട്ട് അതൊക്കെ ഒന്നിച്ച് നിന്നിട്ടാണ് തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവിടെ പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം നമ്മൾ കണ്ടു. എന്താണ് അവിടെ യൂണിയനും മാനേജ്മെന്റ് ഗവൺമെന്റ് ആണ്. യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, മാനേജ്മെന്റ് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട്, ആൻഡ് ഗവൺമെന്റ് തീർച്ചയായിട്ടും ഗവൺമെന്റ് അല്ലെ അവിടെ നാഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം സേവ് ചെയ്യണം, ഇൻഡസ്ട്രി ഒക്കെ ഡെവലപ്പ് ചെയ്ത് അത് നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു അല്ലെ, നമുക്കറിയാം ടാക്സേഷനും കാര്യങ്ങളൊക്കെ വഴിയാണ് അത് നേടിയെടുക്കുന്നത്. ആ ഒരു ഇതെല്ലാം ഒന്നിച്ചു നിന്ന് പോകുമ്പോഴാണ് എക്കണോമിക് സ്ട്രക്ചർ തന്നെ, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഘടന തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ ഈ 3 മെയിൻ ലെവൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സബ്സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം എന്നുള്ളത്. വീണ്ടും നമുക്ക് നോക്കാം ഐഡിയോളജിക്കൽ ലിങ്കിങ്. എന്താണ് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്? The relations among the parties are managed largely by an ideological linking.
ഓക്കെ, നമുക്കറിയാം ഒരു നല്ല രീതിയിലുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ് അതെല്ലാം ഒന്നിച്ച് ചേർന്ന് പോകുന്നത്. അക്കോർഡിംഗ് ടു ഡെവലപ്മെന്റ് ഐഡിയോളജി is a set of ideas and beliefs commonly held by the actors that help to build or integrate the system together as an entity. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചില ഐഡിയാസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ആവശ്യമാണ് അല്ലെ. ഐഡിയോളജീസ് സെറ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് ബിലീഫ്സ്. നമുക്കറിയാം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തൊഴിലുടമ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ നിലപാടുകളൊക്കെ സ്വീകരിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തെടുത്ത നല്ലൊരു ഐഡിയയോട് കൂടിയിട്ടാണ് ബിലീഫ്സുകളൊക്കെ അവരുടെ വിശ്വാസ യോഗ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. നമുക്കറിയാം പരസ്പരം സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് എംപ്ലോയർ ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് അതിന്റെ നേട്ടം എളുപ്പത്തിൽ നേടാനായിട്ട് സാധിക്കുള്ളൂ. So, എന്താണ് an ideology is a set of ideas and beliefs commonly held by the actors. അത് ആരാ ഹെൽഡ് ചെയ്യുന്നത്? ആക്ടേഴ്സ് ആണ്. നമുക്കറിയാം മാനേജ്മെന്റും അല്ലെ അവിടെ യൂണിയൻ കാര്യങ്ങളൊക്കെ അവരൊക്കെയാണ് ഒന്നിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. That help to build or integrate the system together as an entity. നമുക്കറിയാം ഒന്നിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് അവസാനം വരെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. Context of environment. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? Okay, the framework within which the participants interact is known as environment. ഓക്കെ, നമുക്കറിയാം പാർട്ടിസിപ്പൻസിന്റെ ഇന്ററാക്ഷൻ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നല്ല ബന്ധങ്ങൾ അതൊക്കെ തന്നെയാണ് അവിടുത്തെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നല്ലൊരു ബന്ധമാണ്, നല്ലൊരു ചുറ്റുപാടാണ് എന്നൊക്കെ പറയാം അല്ലെ. According to develop, the three types of environment are relevant to industrial relations which are as follows. Okay, മൂന്ന് തരത്തിലുള്ള വ്യവസായ ബന്ധങ്ങൾക്കാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. First one, the technological features of the establishment. Okay, first one എന്താണ് പറയുന്നത്? The technological features അല്ലെ, സ്ഥാപനത്തിന്റെ സാങ്കേതിക സവിശേഷതകൾ, അതിന്റെ ഒരു അല്ലെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സവിശേഷത സാങ്കേതികത്വം നമുക്കറിയാം, പുതുമ അതെല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അല്ലെ. അതിനോടൊപ്പം തന്നെ ചേർന്ന് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷൻ ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്കണോമിക് ഓർ മാർക്കറ്റ് കൺസ്ട്രെയിൻസ്, മറ്റൊരു ബന്ധം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ചിലപ്പോൾ നമ്മുടെ ഗുഡ്സ് ഒക്കെ അല്ലെങ്കിൽ കേസ് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ അത് ചിലപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗ ക്രമീകരണങ്ങളൊക്കെ ചിലപ്പോൾ മറ്റു കൺട്രികളിലോ അല്ലെങ്കിൽ മറ്റു കൺട്രിയിൽ നിന്നൊക്കെ ഇറക്കുമതിയൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അവിടെ എന്താണ് തീർച്ചയായിട്ടും എക്കണോമിക് ഓർ മാർക്കറ്റ് കൺസ്ട്രെയിൻസ്, അവിടെ മാർക്കറ്റിലും അനുഭവപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം ഇതിനൊരു ഉണ്ട്. The locus and balance of power prevalent in society. ഓക്കെ, അധികാര സ്ഥാനം, അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അധികാര സ്ഥാനമൊക്കെ ഉണ്ട് അല്ലെ. ഒരു സന്തുലിതാവസ്ഥ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സൊസൈറ്റിയിലെ സമൂഹം എന്ന നിലയിൽ അവർക്കൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലോക്കസ് കൺട്രോൾ ഉണ്ട് അല്ലെ. ഇങ്ങനെ ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ ഒരു ബാലൻസിങ് പവർ ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. അപ്പൊ ചുറ്റുപാടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിനെയും കുറിച്ചിട്ടൊരു അവയർനെസ് അവിടെ ആവശ്യമാണ് അല്ലെ. ഐഡിയാസ് വേണം, നല്ല രീതിയിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ കമ്പനിയിലും അത് ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമാണ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ കോൺടെക്സ്റ്റ് ഓഫ് എൻവയോൺമെന്റ്, ഐഡിയോളജിക്കൽ ലിങ്കിങ്, പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം, ഇതെല്ലാം ഒരേപോലെ പ്രശ്നമൊന്നും ഇല്ലാതെ ടെക്നോളജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിയും എംപ്ലോയർ അതിന് തയ്യാറാവണം അല്ലെ. എംപ്ലോയർ മുടക്കുമുതൽ ഇറക്കാനായിട്ട് തയ്യാറാവണമെങ്കിൽ എംപ്ലോയി അതുമായി പൊരുത്തപ്പെട്ട് പോകാനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കണം അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 3 എലമെന്റ്സ് ആണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം.
Okay, വായിച്ചു നോക്കിയോ? നോക്കിയോ? നോക്കിയില്ല? ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ക്ലിയർ ആണ്. Then significance of employee relations. സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടായിരുന്നു അല്ലെ? നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഉപകാരപ്പെടും എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. തൊഴിലുടമ തൊഴിലാളി ബന്ധം മാത്രം പോരാ, പല സമീപനങ്ങൾ പല കാഴ്ചപ്പാടുകളൊക്കെ എടുത്തിട്ട് വ്യത്യസ്ത രീതിയിലുള്ള നല്ല സമീപനം ഇവിടെ കാഴ്ചവെക്കേണ്ടതുണ്ട്. തൊഴിലുടമ തൊഴിലാളികൾ, യൂണിയനുകൾ, മാനേജ്മെന്റ്, പബ്ലിക്, അതേപോലെ തന്നെ മാർക്കറ്റ്, മറ്റു വ്യവസായ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അതർ കൺട്രീസുകളുമായിട്ടൊക്കെ അത് എഗ്രിമെന്റിൽ ബേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഓർഗനൈസേഷൻ അതിന്റെ ഗോള് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ പ്രാധാന്യം നോക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ഈസ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, മിനിമൈസസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. വ്യവസായ തർക്കങ്ങളെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും റിലേഷൻഷിപ്പ് ഉള്ളത്. ശരിയാണോ? നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലിന്റെ തർക്കങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? നോക്കാം. Industrial relations are prone to industrial disputes which occur as a result of various differences. For example, failure to fulfill the basic human desires or lacking sufficient motivation to gain satisfaction, etc. തീർച്ചയായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഹ്യൂമന്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അത് തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരിക്കലും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ നേടേണ്ടത്. പക്ഷെ സഫീഷ്യന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കാതെ വരും അല്ലെ? ഇവിടെ some forms of industrial disturbance also obstructing industrial unity. Example strikes, lockout, slow factories, then grievance and heroism, etc. All these issues can be handled through good industrial relations. അതായത് നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയിൽ യൂണിറ്റി ഇല്ലാതെ വരുമ്പോൾ ഐക്യമില്ലെങ്കിൽ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്ട്രൈക്കുകൾ, ലോക്കൗട്ട്സുകൾ, ഗോസ്റ്റ് ഓഫ് ആക്ടേഴ്സ്, ഗവേണേഴ്സ് ആൻഡ് അല്ലെ ഡ്രോവേഴ്സ്. അതായത് ഇവിടെ തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് പരിഹാരങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ഇൻകിലാബാദൊക്കെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോക്കൗട്ടും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അത് ചിലപ്പോ കമ്പനി തന്നെ കുറച്ച് ദിവസത്തേക്ക് കൂട്ടി പിന്നെയും കൂട്ടി അത് നഷ്ടത്തിൽ പോകാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ എപ്പോഴും എന്താണ് കോൺഫ്ലിക്ട്സുകളെ ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കും. നമുക്കറിയാം ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ എന്താണ് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തും, ചർച്ചകൾ സംഘടിപ്പിക്കും, അവരവരുടെ പരാതികൾ കാണാനായിട്ട് ശ്രദ്ധിക്കും, അവർക്ക് അതനുസരിച്ചുള്ള പരിഹാര കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സോ മിനിമൈസ് ഇങ്ങനെ ഒരു എംപ്ലോയി റിലേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സുകളെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെയാണോ? ശരിയാണോ?
എന്റെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കണോ? കുഴപ്പമില്ലല്ലോ, നിങ്ങൾ വായിച്ചു തന്നെ പോവാട്ടോ. ഒരിക്കലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാതെ പോകരുത്. നെക്സ്റ്റ് നോക്കാം. എന്താണ് മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ കണ്ട് എന്താണ് കുറച്ചും കൊണ്ട് വരാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം അല്ലെ. എപ്പോഴും കുറച്ച് തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യത നമ്മൾ കണ്ടായിരുന്നു. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ പരാതികള് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി നമുക്ക് ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് പ്രോബ്ലം ഉണ്ടായിരുന്നു സൈക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസസ് വർക്കേഴ്സ് മൊറൈൽ ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ഇൻക്രീസസ് വർക്കേഴ്സ് മൊറൈൽ അല്ലെ. എന്താണ് അവിടെ തൊഴിലാളികളുടെ ഇടയിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ മനോവീര്യം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു പുഷപ്പ് അല്ലെ, യൂണിയനുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു മനോഭാവത്തിലൊക്കെ അവർക്ക് വർദ്ധിക്കാനായിട്ട് സാധിക്കും. Good industrial relations increase the workers morale. The employee and the employer think about the benefit of each other. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനനുസരിച്ചിട്ട് ലാഭം കിട്ടുമോ എന്നുള്ളതായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കുന്നത്. തൊഴിലാളിയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം നേടാനുള്ള എന്തൊക്കെ നേടാൻ പറ്റുന്നതായിരിക്കും എപ്പോഴും അവരും ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ ഈശ്വരന അവരവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ താല്പര്യം ഉണ്ടാവും. വർക്കേഴ്സ് വർക്ക് eagerly for the achievement of the organizational goals അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് അക്ഷമരായിട്ട് തന്നെയായിരിക്കും അവരെന്താണ് അല്ലെങ്കിൽ ആകാംക്ഷയോട് കൂടിയിട്ടും അല്ലെ എപ്പോഴും എങ്ങനെയെങ്കിലും നേടിയെടുക്കാനായിട്ട് വർക്കേഴ്സ് എപ്പോഴും നമ്മുടെ തൊഴിൽ ചെയ്ത വേതനം നേടിയെടുക്കും അല്ലെ. സാലറിയുടെ ടൈം ആകുമ്പോഴേക്കും സാലറി കിട്ടും, അല്ലെങ്കിൽ എന്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വർക്കാണോ വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ടായിരിക്കും അവരെപ്പോഴും നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, വർക്കേഴ്സ് വർക്ക് eagerly for the achievement of organization goals. Then this is because the workers believe that they share the same concern as the employer, that is increase in production. This is as a result stimulate them to work harder. Okay, കാരണം അവരിപ്പോ ഏൽപ്പിച്ച വർക്കുകളൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യണമെന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഒരു കടപ്പാടോട് കൂടിയിട്ടായിരിക്കും അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം അവരങ്ങനെ ശ്രമിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ അറിയാം തീർച്ചയായിട്ടും തൊഴിലുടമ എന്തെങ്കിലുമൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അത് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അല്ലെ അതിന്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് കിട്ടും എന്നുള്ളൊരു തോന്നൽ അവരുടെ ഇടയിലുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇൻക്രീസ് വർക്കേഴ്സ് മൊറൈൽ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. എപ്പോഴും വർക്ക് ഹാർഡായിട്ട് വർക്ക് തന്നെ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പ്രേരിപ്പിക്കും. കാരണം നമുക്ക് പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഷെയറിംഗ് കൂടി മാർക്കും കൂടി കിട്ടും, എംപ്ലോയീസിനും കൂടി കിട്ടും എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് അവർ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. So employers also have feelings that the profit of the firm are not only due to their effort, and the workers are equally responsible for the increase in production and profit. Okay, നമുക്കറിയാം തൊഴിലുടമയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കൂടുതലായിട്ട് എന്തെങ്കിലും ലാഭം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് തൊഴിലുടമയുടെ ഒറ്റയ്ക്കുള്ള പരിശ്രമത്തിന്റെ ഫലമല്ല. പിന്നെയോ നമുക്കറിയാം എംപ്ലോയീസിന്റെ കൂടി ഹാർഡ് വർക്കിന്റെ റിസൾട്ടമാണ് നമുക്കറിയാം നല്ല രീതിയിലുള്ള ഫേമിന്റെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നേറുക എന്നുള്ളത്. Therefore, workers should be given an equal share of the benefits. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ബെനിഫിറ്റ്സ് അല്ലെ അതിന്റെ ഗുണങ്ങളൊക്കെ എംപ്ലോയീസിനും ഷെയർ ചെയ്യണമെന്നുള്ളതാണ്. ഇൻക്രീസ് വർക്കേഴ്സ് മൊറൈല് ഇപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഫ്ലിക്ട്സ് തൽക്കാലം ലഘൂകരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ അല്ലെ ഒരു വർക്കേഴ്സ് മനോവീര്യം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിലാവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവർക്ക് പ്രോഫിറ്റബിൾ ആവുമ്പോൾ അല്ലെ ഒരേപോലെ തന്നെ കാണുന്നത് കൊണ്ടാണ് അവരങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറാവുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റും ചെയ്യണം.
Then third point നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. തേർഡ് പോയിന്റിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്. പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കാം, വർക്കേഴ്സ് മസ്റ്റ് ബി ഗിവൺ എനഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മോട്ടിവേഷൻ സോ ദാറ്റ് ദേ ക്യാൻ ലിവ് ബാലൻസ്ഡ് ലൈഫ്. ഓക്കെ, നമുക്കറിയാം പൊതുവെ അല്ലെ പൊതുവെ എന്താ പറയുന്നത്, എനഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മോട്ടിവേഷൻ, അതായത് സാമ്പത്തികമായിട്ടും അതല്ലാതെ സാമ്പത്തികമല്ലാതെ തന്നെയുള്ള പ്രചോദനങ്ങളും തീർച്ചയായിട്ടും എന്താണ് അവിടെ എംപ്ലോയീസിന് ലഭ്യമാകുമ്പോൾ അവർക്ക് അല്ലെ ലീവ് എ ബാലൻസ്ഡ് ലൈഫ്, അവർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് ദ മാനേജ്മെന്റ് ആർ ഫ്രണ്ട്ലി. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കൂടുതൽ തയ്യാറാവുന്നതും അത് തൊഴിലാളികൾക്ക് നേടിയെടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അല്ലെ. നല്ല ഹാർഡ് വർക്കിംഗ് ഒക്കെ ഉണ്ട് എന്നുള്ളത് HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ബോധ്യമായിട്ട് മാനേജ്മെന്റ് വഴിയൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ തൊഴിലുടമയുടെ ശ്രദ്ധയപ്പെടുത്തുമ്പോൾ അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ വർക്കേഴ്സിന് തന്നെയാണ് അതുകൊണ്ട് ബെനിഫിഷ്യൽ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നല്ല മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്ലി തന്നെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്, എല്ലാവർക്കും നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ലഭ്യമാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അതുകൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്നോ ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണോ കൊടുക്കുന്നതെന്നൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് തൊഴിലുടമയ്ക്ക് പറ്റാതെ വരും. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്തൊക്കെയാണോ ആവശ്യമെന്നുള്ളത് കണ്ടറിയാനായിട്ടും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ടും തൊഴിലുടമയ്ക്ക് സാധിക്കും. കേരളേ കുറെ കഴിഞ്ഞോ? ഒക്കെയാണ്. കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് പോയിന്റിലേക്കും കൂടി നോക്കാം. ഹെൽപ്പ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. ഓക്കെ, ഹെൽപ്പ് ഇൻ ഫെസിലിറ്റേഷൻ അവിടെ ഏതാണ് പ്രധാനമായിട്ട് നോക്കുക. ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. If the organization has a supportive and cooperative atmosphere, changes are easily accepted. As a result of this, the benefits of all the most recent inventions and other technical advance can be utilized effectively. തീർച്ചയായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും അല്ലെ എന്ത് കാര്യമാണെങ്കിലും നല്ല മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് ഫലപ്രദമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് അതുകൊണ്ട് മെച്ചം ഉണ്ടാവുള്ളൂ. ആണോ? ശരിയാണോ? മെച്ചം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ടതില്ലേ? വേണം അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് അറ്റ്മോസ്ഫിയർ, സഹകരണത്തോടു കൂടിയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ചേഞ്ചസ് ആർ ഈസിലി ആക്സെപ്റ്റഡ്. അത് പെട്ടെന്ന് തന്നെ ചേഞ്ചസുകളൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് സ്വീകരിക്കും. As a result of this is the benefits of all the most recent inventions and other technical advances can be utilized effectively. അല്ലെ അവിടെ എന്താണ് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ അല്ലെ പുതുമയാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ പുതിയതായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫലപ്രദമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. The workers understand the need of the labor and willingly adapt themselves to the requirement changes. Thus, peaceful industrial relations are important for both employees and employers. തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ വരുമ്പോഴാണ് വളരെ ആത്മാർത്ഥമായിട്ട് അവർ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങുള്ളൂ അല്ലെ. The workers understand the need of our and willing and adapt themselves to the required changes. Okay, നമുക്കറിയാം അവര് എപ്പോഴും എന്താണ് ചേഞ്ചസുകൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം അല്ലെ. അപ്പൊ ചേഞ്ചസുകൾ ഉണ്ടായെങ്കിൽ അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഫെസിലിറ്റേഷൻ ചേഞ്ചസ് എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തുന്നതിന് ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കും. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ
ഓക്കെ ഇത് ഇനി വേണ്ട, ഇത് ഇനി ഫോളോ ചെയ്യേണ്ടതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, നമ്മള് 4 പോയിന്റ്സ് വരെയാണ് എടുത്ത് നിർത്തിയത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, ക്ലിയറാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാമെന്ന് എല്ലാവരും വായിച്ചിട്ട് പോരാൻ തന്നെ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.